ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഉപകരണങ്ങളെ തിരിച്ചറിയാം. നിർദ്ദിഷ്ട ഉപയോഗങ്ങൾക്കായി ഹോൾഡിംഗ് ഉപയോഗങ്ങൾ തിരിച്ചറിയാം. ആദ്യം നമുക്ക് ഹാൻഡ് സ്ക്രൂവിനെ കുറിച്ച് പഠിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഹാൻഡ് സ്ക്രൂ ആണ്. ഒരു ജോഡി താടിയെല്ലുകൾ അടങ്ങുന്ന ഒരു ക്ലാമ്പാണ് ഹാൻഡ് സ്ക്രൂ. ഇത് സ്റ്റീൽ അല്ലെങ്കിൽ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 2 താടിയെല്ലുകൾ ഉണ്ട്. ഒന്ന് ഇടതുവശത്തും മറ്റൊന്ന് വലതുവശത്തും. അത് യഥാർത്ഥത്തിൽ ക്ലാമ്പിംഗ് ചെയ്യുന്നു. 2 സ്ക്രൂ ചെയ്ത നേർത്ത തണ്ടുകൾ 2 താടിയെല്ലുകളെയും ബന്ധിപ്പിക്കുന്നു. താടിയെല്ലുകൾ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സ്ക്രൂകൾ തിരിക്കാം. ക്ലാമ്പ് താടിയെല്ലുകൾ തുറക്കാൻ നടുക്ക് സ്ക്രൂ പിടിക്കുക. അത് ചലിപ്പിക്കരുത്. ക്ലാമ്പ് അഴിക്കാൻ അല്ലെങ്കിൽ മുറുക്കാൻ മറ്റേ സ്ക്രൂ തിരിക്കുക. ഇപ്പോൾ താടിയെല്ല് മുറുകെ പിടിക്കേണ്ട തടിക്കഷ്ണത്തേക്കാൾ അല്പം വീതിയുള്ളതുവരെ പരത്തുക. താടിയെല്ല് മരത്തിൽ വയ്ക്കുക. മരം മുറുകെ പിടിക്കാൻ ക്ലാമ്പിന്റെ നടുവിലുള്ള സ്ക്രൂ ആദ്യം മുറുകെ പിടിക്കുന്നതുവരെ മുറുക്കുക. തുടർന്ന് കൂടുതൽ സ്ഥിരതയുള്ളതാക്കാൻ അവസാനം സ്ക്രൂ മുറുക്കുക. 2 സ്ക്രൂകളും സ്ക്രൂ ചെയ്യണം. മുറുകെ പിടിക്കുമ്പോൾ അമർത്തി പിടിക്കുക. അല്ലാത്തപക്ഷം തടിയെ സ്ഥിരതയില്ലാത്തതാക്കുന്നതിന് തടി നിലനിർത്താൻ ക്ലാമ്പ് ഇറുകിയിരിക്കുകയില്ല. ചെറിയ ജോലികൾക്കും ഒട്ടിക്കുന്ന ജോലികൾക്കും ഇത് ഉപയോഗപ്രദമാണ്. ബാർ ക്ലാമ്പ്. സ്റ്റീൽ ബാർ ക്ലാമ്പുകൾ സാധാരണയായി ജോഡികളായി ഒട്ടിക്കുന്ന ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒട്ടിക്കുന്നതിന് ആദ്യം പശ തേക്കുന്നു. പ്ലാങ്കുകൾ തമ്മിൽ നല്ല രീതിയിൽ ഒട്ടാനായി ഇവ രണ്ടിനെയും ക്ലാമ്പ് ചെയ്ത് ഉണങ്ങാൻ വയ്ക്കുന്നു. ബാർ ക്ലാമ്പിലെ ബാർ ചതുരാകൃതിയിലോ ടി ആകൃതിയിലോ ആകാം. ടി ബാർ ക്ലാമ്പുകൾക്ക് ഭാരം കൂടുതലാണ്. ഈ ഉപകരണം ഉപയോഗിച്ച് ജോലിയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും. ക്ലാമ്പിംഗ് ഉപകരണത്തിൽ 2 സ്ലൈഡിംഗ് ഷൂകളുണ്ട്. ഒന്ന് സ്ക്രൂ വടിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. മറ്റൊന്ന് ആവശ്യമുള്ളിടത്ത് പിൻ ചെയ്തിരിക്കുന്നു. സ്ക്രൂ വടിക്ക് സാധാരണയായി ശക്തമായ ഒരു ചതുര ത്രെഡ് ഉണ്ട്. വൈഡ് വർക്കുകളും വലിയ ഫ്രെയിമുകളും ക്ലാമ്പ് ചെയ്യുന്നതിന് ഈ ക്ലാമ്പുകൾ പ്രത്യേകം ഉപയോഗിക്കുന്നു. ടി ക്ലാമ്പുകൾ വിവിധ വലുപ്പങ്ങളിൽ ലഭ്യമാണ്. 160 mm മുതൽ 2500 mm വരെ ക്ലാമ്പിംഗ് ശേഷി. ഒരു ബാർ ക്ലാമ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഹാൻഡിലുള്ള താടിയെല്ല് ആരംഭ പോയിന്റിൽ ആണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം അത് ആരംഭ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഹാൻഡിൽ തിരിക്കുക. നിങ്ങൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന തടിക്കഷ്ണം ഹാൻഡിൽ ഉപയോഗിച്ച് താടിയെല്ലിന് സമീപം വയ്ക്കുക. ഇപ്പോൾ പിൻ ഉപയോഗിച്ച് താടിയെല്ല് തടിക്കഷ്ണത്തിന് അടുത്തുള്ള ദ്വാരത്തിലേക്ക് നീക്കുക. ദ്വാരത്തിനുള്ളിൽ പിൻ വയ്ക്കുക. ഇപ്പോൾ തടിക്കഷ്ണം കറക്കി മുറുക്കാൻ ഹാൻഡിൽ ഉപയോഗിക്കുക. ഇപ്പോൾ തടി അതിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ബാർ ക്ലാമ്പ് ഉപയോഗിക്കുന്നത്. ജി അല്ലെങ്കിൽ സി ക്ലാമ്പ്. ചെറിയ ജോലികൾക്ക് പതിവായി ഉപയോഗിക്കുന്നു. 2 കൈകളും ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾക്ക് അനുയോജ്യം. ക്ലാമ്പുകളിൽ എച്ച് സെക്ഷൻ ഇരുമ്പുണ്ട്. വളച്ചൊടിക്കുന്നതിനുള്ള ഏത് പ്രവണതയെയും ചെറുക്കുന്നു. ശക്തമായ സ്ക്വയർ ത്രെഡാണ് സ്ക്രൂവിന്റെ സവിശേഷത. സോക്കറ്റ് ജോയിന്റുള്ള പന്തിൽ റൗണ്ട് ഷൂ. ഇനി നമ്മുടെ തടിക്കഷ്ണം മുറുക്കാൻ സി ക്ലാമ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ക്ലാമ്പ് അഴിക്കാൻ ഹാൻഡിൽ എതിർ ഘടികാര ദിശയിലും ക്ലാമ്പ് ശക്തമാക്കാൻ ഹാൻഡിൽ ഘടികാര ദിശയിലും തിരിക്കുക. ഡെലിക്കേറ്റ് വുഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ മർദ്ദം തുല്യമായി വിതരണം ചെയ്തുകൊണ്ട് മരക്കഷ്ണം സംരക്ഷിക്കാൻ ക്ലാമ്പിനും തടിക്കഷ്ണത്തിനുമിടയിൽ ഒരു സ്ക്രാപ്പ് മരം വയ്ക്കുക. ഇപ്പോൾ തടി ക്ലാമ്പിന്റെ ഇടയിൽ വയ്ക്കുക. ഹാൻഡിൽ ഘടികാര ദിശയിൽ തിരിക്കുന്നതിലൂടെ മുറുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മരക്കഷ്ണം തയ്യാറായി. മുകളിൽ പറഞ്ഞവ കൂടാതെ കോർണർ ക്ലാമ്പ്, റോപ്പ് ക്ലാമ്പ്, ഫ്ലെക്സിബിൾ ബാൻഡ് ക്ലാമ്പുകൾ മുതലായ നിരവധി ക്ലാമ്പുകളുണ്ട്. ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ്. ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് സുരക്ഷിതമായി പലകകൾ സ്ഥാപിച്ച് ഏതെങ്കിലും ചലനത്തെ തടയുന്നു. കാസ്റ്റ് ഇരുമ്പ്, സ്ക്രൂ, ഹാൻഡിൽ, സ്റ്റീൽ ഹാൻഡ് എന്നിവ ചേർന്നതാണ് തണ്ട്. ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് ടേബിളിലെ ദ്വാരങ്ങളിൽ ഉറപ്പിക്കാം. സ്ഥിരതയ്ക്കായി പലകകൾ കർശനമാക്കുന്നത് സാധ്യമാക്കുന്നു. ഒരു ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം പിടിക്കേണ്ട മരക്കഷ്ണത്തിന്റെ മുകളിലെ ദ്വാരത്തിൽ ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് ഘടിപ്പിക്കുക. ഇപ്പോൾ സ്ക്രൂയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹാൻഡിൽ ഘടികാര ദിശയിൽ തിരിക്കുക. തടിക്കഷ്ണം മുറുകെ പിടിക്കുക. ഇപ്പോൾ തടിക്കഷ്ണം ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് ഉപയോഗിച്ച് ഭദ്രമായി പിടിച്ചിരിക്കുന്നു. മുറുക്കേണ്ട പലകയേക്കാൾ 50 mm നീളമുള്ള തടി കൊണ്ടാണ് ക്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലീറ്റിൽ 2 മരക്കഷ്ണങ്ങൾ രണ്ടറ്റത്തും സ്ക്രൂ ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ ഹൈലൈറ്റ് ചെയ്തതുപോലെ. സ്ക്രൂ ചെയ്ത 2 മരക്കഷ്ണങ്ങൾക്കിടയിലാണ് പലക സ്ഥാപിക്കേണ്ടത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നതുപോലെ തിരുകിയ 2 വെഡ്ജുകൾ ഉപയോഗിച്ച് പ്ലാങ്ക് ശക്തമാക്കുക. ആരോ മാർക്ക് ഏത് ദിശയിലേക്ക് തിരുകണം എന്ന് കാണിക്കുന്നു.
മുറുക്കേണ്ട പലക ഇപ്പോൾ ക്ലീറ്റ് കൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്നു. ഹാൻഡ് സ്ക്രൂ സ്റ്റീൽ അല്ലെങ്കിൽ തടി കൊണ്ട് നിർമ്മിച്ച ഹാൻഡ് സ്ക്രൂ ഉപയോഗിച്ച് നിശ്ചിത സ്ഥലത്ത് ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തതായി നമ്മൾ ബാർ ക്ലാമ്പ് തടി കഷ്ണം കൊളുത്തി വയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇത് സാധാരണ ജോഡികൾ ആയി തടികളെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ വലിയ ഫ്രെയിമുകൾക്കായി ഉപയോഗിക്കുന്നു. തുടർന്ന് GC ക്ലാമ്പ് വർക്ക് പീസുകൾ വർക്ക് ബെഞ്ചിൽ ഉപയോഗിക്കാൻ പഠിച്ചു. ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് അതിൻ്റെ ഉപയോഗങ്ങൾക്കായി കുറച്ചു പഠിച്ചു. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.